ബംഗ്ലാദേശിൽ വീണ്ടും ഒരു ആൾക്കൂട്ടക്കൊല, അതും ഒരു ഹിന്ദുവിന്. അതെ, അതായത് ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീന അവിടുത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റിയതിന് ശേഷം, പുറത്താക്കിയതിന് ശേഷം, പുറത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ രീതിയിലൊന്നുമല്ല, അവിടെ ഒരു കലാപം നടത്തി പ്രശ്നമുണ്ടാക്കി ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാവ്, അതായത് ഈ പറയുന്ന പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കൊട്ടാരം കയ്യേറി അവരുടെ വസ്ത്രം, അടിവസ്ത്രം അടക്കം എടുത്ത് പൊതുജനങ്ങൾ കയ്യേറി വലിച്ചു കീറി റോഡിലിടുകയും പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള വളരെ നീചമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് അവിടെ നടന്നു. ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ജോർജ് സോറോസ് പിന്തുണച്ചുകൊണ്ട് നടപ്പിലാക്കിയ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പദ്ധതി അത് അവിടെ നടപ്പിലാക്കുകയായിരുന്നു. ആ നടപ്പിലാക്കിയ പദ്ധതി അനുസരിച്ചാണ് ഷെയ്ഖ് ഹസീന അവിടുന്ന് പുറത്താക്കുന്നത്. എന്തുകൊണ്ട്? അമേരിക്കയുടെ നയങ്ങൾക്കൊപ്പം നിൽക്കാത്തത് കൊണ്ടും ഇന്ത്യയോടൊപ്പം നിന്നതുകൊണ്ടും ജനാധിപത്യപരമായി ആ രാജ്യത്തെ കൊണ്ടുപോയത് കൊണ്ടുമുള്ള വിരോധമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂനസ് എന്ന് പറയുന്ന ഒരു നീചൻ, പരമ ഫ്രോഡായിട്ടുള്ള ഒരുത്തൻ അവിടെ അധികാരം പിടിച്ചെടുത്തു. ദീർഘകാലം അയാൾ ആ ഭരണം കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ ഒരു ഹ്രസ്വകാലം, ഏതാണ്ട് 2 വർഷത്തോളം അയാൾ ഭരിച്ചു. ആ സമയത്ത് അത്രയും നടന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയാണ്. കണ്ടാൽ നമ്മുടെ ഹൃദയം മരവിച്ചു പോകുന്ന ആ രീതിയിലുള്ള കൊലയാണ് അവിടെ നടന്നത്. ഒരു പെൺകുട്ടിയെ 40ഓളം പേർ ചേർന്ന് ബലാത്സംഗം ചെയ്യുന്നു. അച്ഛനെയും സഹോദരനെയും ഭർത്താവിനെയും കെട്ടിയിട്ടിട്ടാണ് വഴിയിൽ വെച്ച് ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നത്. വീടുകളിൽ കയ്യേറി ആക്രമണം നടത്തുന്നു. ആൾക്കൂട്ടം ഓടി വരുന്നു. ഈ പറയുന്ന താടി നീട്ടി വളർത്തി തൊപ്പി വെച്ച ആൾക്കാർ കമ്പും കടാരയും വടിയും ഒക്കെ ആയിട്ട് ഓടി അലറി വിളിച്ചു വന്ന് വീടുകൾ കയ്യേറി ആക്രമിച്ച് തീയിട്ട് നശിപ്പിച്ച് അവിടുത്തെ ആൾക്കാരെ മൊത്തം കൊല്ലുകയാണ്. ഒരു യുവാവിനെ അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഇതാണ് ബംഗ്ലാദേശിൽ നടന്നത്. വാസ്തവമാണ്. ഹിന്ദുക്കളെ ഇങ്ങനെ ഒരു സ്ത്രീയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, ഈ പറയുന്ന കെട്ടിയിട്ടിട്ട്. ഇങ്ങനെ നിരന്തരമായിട്ട് ഹിന്ദു വംശഹത്യ, ഹിന്ദു കൂട്ടക്കൊലകൾ അവിടെ നടന്നുകൊണ്ട് ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ വന്ന് കൊല്ലുന്നത്. അപ്പോൾ പക്ഷേ ബംഗ്ലാദേശിലൊരു ന്യൂനപക്ഷമല്ലേ ഹിന്ദു? ന്യൂനപക്ഷമായുള്ള ഹിന്ദുവിനെ സംരക്ഷിക്കണ്ടേ അവിടെ? അതാണ് ഇതിവിടെയുള്ളൂ. ന്യൂനപക്ഷ അവകാശം ഇവിടെയുള്ളൂ. അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ലോ, അവർ ഭൂരിപക്ഷം അല്ലേ, അവർ പറയുന്നതല്ലേ അവിടെ കേൾക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ ഭൂരിപക്ഷം പറയുന്നത് കേൾക്കണ്ടേ? അല്ലല്ലോ, ഇവിടെ ന്യൂനപക്ഷത്തിന് അവകാശമുണ്ട്. അപ്പോൾ അവിടെ മതേതരത്വം വേണ്ട. അല്ലല്ലോ, അതൊരു ഇസ്ലാമിക രാജ്യമാണ്. ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക നിയമം പാലിക്കണം. അപ്പോൾ ഇവിടെ ഇതൊരു ഹിന്ദു രാജ്യം, ഇവിടെ അത് പറ്റൂല. അത് ഇസ്ലാമിക രാജ്യത്ത് ശരിയത്തും അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും കൊടുക്കണം, ന്യൂനപക്ഷത്തിന്റെ അവകാശം കൊടുക്കണം. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ ന്യൂനപക്ഷത്തിന്റെ അവകാശം ഒന്നും അവിടെ കൊടുക്കാൻ പറ്റൂല. അത് ഇസ്ലാമിക രാജ്യമാണ്. നമ്മൾ അവരുടെ നിയമം അനുസരിച്ച് ജീവിക്കണം. അപ്പോൾ ഇവിടെ എന്താ, പൊതു നിയമം അനുസരിച്ച്, ജനാധിപത്യ നിയമം അനുസരിച്ച്, മതേതര നിയമം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. അത് പറ്റൂല. ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി ഡാഡി സിൻഡ്രോം എന്ന് പറയും നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്ത് പല നിലപാടെടുക്കുന്നവരെ ആ രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് പറയാം. അതായത് ബംഗ്ലാദേശിൽ ഈ പറയുന്ന വീണ്ടും ഒരു സർക്കാർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു കൊലപാതകം നടക്കുന്നത്. താരിഖ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ഇലക്ഷൻ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി. അവിടെ വന്നിരിക്കുന്ന വലിയ അട്ടിമറിയും അനാവശ്യ പരിപാടികളും ഒക്കെയാണ്. ഇലക്ഷൻ സുതാര്യമല്ല എന്നുള്ള അഭിപ്രായം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു ഹിന്ദു കൊല നടന്നിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ കാര്യക്കാരനായിട്ടുള്ള ഒരാളെയാണ് കൊന്നിരിക്കുന്നത്. നയൻ ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതായത് ബംഗ്ലാദേശിലെ സാദർ ഉപ്സില എന്ന് പറയുന്ന മേഖലയിലാണ് ഇയാൾ ജീവിച്ചിരുന്നത്. അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ നടത്തിയിരുന്നതാണ്. ഒരു നാഗപഞ്ചമി ക്ഷേത്രമാണത്. 35 വയസ്സുള്ള സത്കാനിയ സ്വദേശിയായിട്ടുള്ള ആളാണ് നയൻ ദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ പറയുന്ന വലിയ ആത്മീയ വിശ്വാസിയാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യമുള്ള, ഈശ്വര ഭജനയുമായിട്ട് കഴിയുന്ന വളരെ സാധുവായ ഒരു മനുഷ്യൻ. അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിലെ കൂട്ടക്കൊല നമ്മൾ എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അധ്യാപകര്, അതെ, അല്ലെങ്കിൽ പുരോഹിതന്മാര്, അല്ലെങ്കിൽ അവിടെ സമൂഹത്തിൽ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തുകൊള്ളുന്നത്. ഈ 35 വയസ്സുകാരനായ നയൻ ദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാമൂഹികമായി വളരെയധികം സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ്. സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് അങ്ങനെ വലിയ അധികാര ശക്തിയോ പവറോ ഒന്നുമല്ല. പക്ഷേ ജനങ്ങൾക്ക് വളരെ സ്വീകാര്യനായ മനുഷ്യനാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ്. അത് മാത്രവുമല്ല, ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വലിയ ആത്മീയ കാര്യങ്ങൾ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ആൾക്കാരോട് ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുകയും വേദാന്തം, ഈ പറയുന്ന പുരാണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വലിയ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനും കൂടിയാണ്. അദ്ദേഹം മിക്കവാറും നടക്കുന്നത് ചുവന്ന ഷാളും അല്ലെങ്കിൽ ചുവന്ന ഉടുപ്പോ മേൽമുണ്ടും ചുവന്ന മുണ്ടും ഒക്കെ ഉടുത്തിട്ടാണ് നടക്കാറുള്ളത്. ഇല്ലെങ്കിൽ കാവ്യായിരിക്കും പലപ്പോഴും. ചുവന്ന മുണ്ടും കാവ്യ ഷാളും ഒക്കെ ആയിരിക്കും. നാഗപഞ്ചമി ക്ഷേത്രം കൂടെയാണ്. വലിയ വിശ്വാസിയാണ്. മുടി നീട്ടി വളർത്തിയ ഒരു സാധു മനുഷ്യനാണ്. ആരെയും ഉപദ്രവിക്കാൻ പോകാത്ത, ആരോടും ഒരു പ്രശ്നത്തിനും ചെല്ലാത്ത ഒരു മനുഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഇദ്ദേഹത്തിൻ്റെ രാത്രിയിൽ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു.
വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു സംഘം ആളുകൾ വരികയാണ്. 8-10 പേരുണ്ട്. 10 പേരിൽ കൂടുതലുണ്ട്. അവർ വന്നിട്ട് ഇയാളുടെ വീട്ടിൽ നിന്ന് അയാളുടെ സഹോദരനും അമ്മയും അച്ഛനും ഒക്കെ വീട്ടിലുണ്ടപ്പോൾ ഇയാളെ വിളിച്ചിറക്കുന്നത് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇയാൾ യാതൊരു മടിയും ഇല്ലാതെ ചെന്നു. കാരണം വളരെ തെളിഞ്ഞ ഹൃദയമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവിടെ ചെല്ലുന്നു. ചെന്ന ഉടനെ ഇവർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നില്ല. എന്തോ കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇയാളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നില്ല. അൺഐഡൻറ്റിഫൈഡ് ഗ്രൂപ്പ് എന്നാണ് പോലീസ് എഴുതിയിരിക്കുന്നത്. പോലീസുകാരെല്ലാം മുസ്ലിങ്ങളാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ തന്നെ മുസ്ലിങ്ങൾ ഭരിക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയൊക്കെ നിയന്ത്രണത്തിലാണ് അവിടെ ഈ കാര്യങ്ങൾ, അവിടുത്തെ സ്റ്റേഷനുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഇയാളുടെ ഒരു വിവരവുമില്ല. അന്ന് രാത്രി ഇയാൾ തിരിച്ചു വന്നില്ല. പിറ്റേന്ന് തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും വീട്ടുകാർ ഇയാൾ വരുമെന്ന് വിചാരിച്ചു. ക്ഷേത്രത്തിലേക്ക് അന്വേഷിച്ചു. അവിടെ എങ്ങും ചെന്നിട്ടില്ല. പരിചയമുള്ള സുഹൃത്തുക്കളെ വിളിച്ചു ചോദിക്കുന്നു. ഏതാണ്ട് തിങ്കളാഴ്ച ഉച്ച കഴിയുന്നതോടുകൂടി തന്നെ ബന്ധുക്കൾ ചെന്ന് പോലീസിൽ പരാതിപ്പെടുന്നു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ശരി ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അന്ന് ഇവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. ചൊവ്വാഴ്ചയാവുന്നു. ചൊവ്വാഴ്ചയും കാണുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് അന്വേഷിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് വീട്ടുകാർ പറയണം എന്തായാലും പോലീസിനെ ഇനി പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടുകൂടി ഇവർ സ്വന്തം നിലയ്ക്ക് തെരച്ചിൽ തുടങ്ങി. ആ പ്രദേശത്തൊക്കെ അന്വേഷിച്ചു. അടുത്തടുത്ത സ്ഥലങ്ങളിൽ, അടുത്ത ഗ്രാമങ്ങളിൽ, സമീപ പ്രദേശത്തെ നഗരത്തിലൊക്കെ പോയി ഇവർ അന്വേഷിക്കുകയാണ്. കാണുന്നില്ല. അപ്പോൾ ഇവരെന്തായാലും ശരി കൂടുതൽ വ്യാപകമായ തെരച്ചിലിന് വേണ്ടിയിട്ട് ബുധനാഴ്ച വീണ്ടും ഇറങ്ങുകയാണ്. അപ്പോൾ ബുധനാഴ്ച 30ഓളം ഈ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ, ഇയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ 30ഓളം പേര് ചേർന്നിട്ട് അവിടെ മുഴുവൻ വ്യാപകമായ പ്രദേശത്തും ക്ഷേത്ര പരിസരത്തും ഒക്കെ ആയിട്ട് തെരച്ചിലുകൾ നടത്തുന്നു. ആ തെരച്ചിലുകൾ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം മാറിയിട്ട് കുന്നം പ്രദേശമുണ്ട്. അവിടെ മരങ്ങളും കാടും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കുറ്റിക്കാടുകളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശം. ആ തെരച്ചിലിലാണ് ബുധനാഴ്ച രാത്രിയിൽ ഇദ്ദേഹത്തിനെ ഒരു കാവിഷാളിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തുന്നത്. ശരീരത്തിൽ മുറിപ്പാടുകളുണ്ട്. ക്രൂരമായ മർദ്ദനം നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. അങ്ങനെ ഈ വിളിച്ചിറക്കിക്കൊണ്ടുപോയ ആൾക്കാർ ഇദ്ദേഹത്തെ ഒരു ആത്മീയവാദി ആയതുകൊണ്ട് ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമുണ്ട്. ആത്മീയ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ പ്രചാരണത്തിനൊന്നും നടക്കുന്ന ആളല്ല. സ്വന്തം ആത്മീയ വിഷയങ്ങളുമായിട്ട് ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് വരുമാനമുണ്ട്. അവിടുത്തെ കെയർ ടേക്കറായിട്ട്, അതായത് അവിടുത്തെ കാര്യക്കാരനായിട്ട്, അവിടുത്തെ ക്ലീനിങ്ങും അവിടുത്തെ ഉത്തരവാദിത്വം ഒക്കെ നടത്തുന്ന ഒരു ചെറിയ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന വളരെ പരമസാധുവായിട്ടുള്ള ആത്മീയ വിഷയങ്ങളിൽ മാത്രം നോക്കി തൻ്റെ കാര്യങ്ങൾ മാത്രം ഒതുങ്ങി ആൾക്കാരെങ്കിലും വന്ന് എന്തെങ്കിലും സംശയമോ ഉപദേശിച്ചോ ചോദിച്ചാൽ പണ്ഡിറ്റ്ജിയെ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ 35 വയസ്സുള്ള അവിവാഹിതനായ ഒരു മനുഷ്യൻ. അയാൾ വളരെ സ്വന്തം സാധനയുമായിട്ട് മിണ്ടാതിരിക്കുന്ന മനുഷ്യനെ വിളിച്ചുകൊണ്ട് പോയി മർദ്ദിച്ച്. കാരണം എന്താ, നല്ല ഉപാസകനാണെങ്കിൽ ഒരു ഉത്തമനായ കാഫിറാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്യമതത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം കാഫിറാണ്. അവരെ കൊന്നാൽ സ്വർഗം കിട്ടും, ഹൂറികളെ കിട്ടും, മദ്യപ്പുഴ കിട്ടും. അപ്പോൾ ഈ പറയുന്ന വിശ്വാസമുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അപ്പോൾ ഉത്തമനായ വിശ്വാസിയെ തപ്പി ഇറങ്ങും. കള്ള് കുടിച്ച് ബോധമില്ലാതെ ഇറക്കുന്ന ഒരു ഹിന്ദുവിനെ മൈൻഡ് ചെയ്യില്ല. അവന് വേണ്ട എന്താ, ഉത്തമനായ വിശ്വാസി. അവനാണ് ഉത്തമനായ കാഫിർ. ആ കാഫിറിനെ കൊന്നാലാണ് സ്വർഗം കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് ഈ നയൻദാസിനെ വിളിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് ഇടിച്ച് ചതച്ച് ഒരു പരുവാക്കിയതിന് ശേഷം കഴുത്തിൽ ഈ അയാളുടെ തന്നെ കാവി ഷാൾ എടുത്ത് കെട്ടിത്തൂക്കുകയാണ് ചെയ്തത്. മരത്തിൽ കെട്ടിത്തൂക്കി. അവിടെ കിടന്ന് ഇയാൾ പിടഞ്ഞു മരിച്ചു. അപ്പോൾ പോലീസ് വരുന്നു. ഈ ബന്ധുക്കളെല്ലാം ഉണ്ട്. ഇവരെല്ലാവരും ചേർന്ന് നാട്ടുകാരും തെരച്ചിൽ നടത്തിയവരൊക്കെ ഉണ്ട്. ബോഡി അഴിച്ചിറക്കി. അപ്പോൾ തന്നെ ഇവർ പറഞ്ഞു ശരീരത്തിൽ മുറിവുകളുണ്ട്, ഇത് നിങ്ങൾ പരിശോധിക്കണമെന്ന് പോലീസിനോട് പറഞ്ഞു. പോലീസ് വളരെ ഉദാസീനമായ നിലപാടെടുക്കുന്നു. അവിടുന്ന് അടുത്തുള്ളൊരു ഉപ്സലയിലുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് ഇൻക്വസ്റ്റൊക്കെ എഴുതുന്നു. ഈ ഇൻക്വസ്റ്റിലെ FIRലുമൊക്കെ അൺനോൺ പേഴ്സൺസ് വിളിച്ചുകൊണ്ട് പോയെന്നും എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഇത് ആത്മഹത്യ ആയിരിക്കാം എന്നാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം. ആത്മഹത്യയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്, അവിടുത്തെ പ്രദേശവാസികൾ ബന്ധുക്കളും പറയുന്നുണ്ട്, അല്ല, ശരീരത്തിൽ മുറിവുകളുണ്ട്, കഴുത്തിൽ മുറിപ്പാടുണ്ട്, ആരോ കൊന്ന് കെട്ടിത്തൂക്കിയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം, അന്വേഷിക്കണം. പറഞ്ഞാൽ ഇല്ല, ഇത് ആത്മഹത്യ ആവാനാണ് സാധ്യത, എന്തായാലും നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോലീസ് ആരുടെ മേലും ഒരു FIR പോലും ഇടാതെ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രതികൾക്കായുള്ള അന്വേഷണം നടത്താൻ, കൊലപാതകമാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഉദാസീനമായിട്ട് പോകുവാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടനെ വരുമെന്നാണ് അവിടുത്തെ പ്രദേശവാസികളെ കോട്ട് ചെയ്തുകൊണ്ട് ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. മീഡിയ ഈ പറയുന്ന ഏജൻസികളുണ്ടല്ലോ, ന്യൂസ് ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടനെ വരും, അതിൽ ആത്മഹത്യയാണ് എന്നുള്ളതിൻ്റെ
സൂചന വരും. മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരിക്കും. ഈ പറയുന്ന ആരും വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ടില്ല, ആരും വന്നിട്ടില്ല എന്നുള്ള കഥകൾ തന്നെയായിരിക്കും വരുന്നത്. കാരണം ഒരു ഭീകര ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരിക്കലും നീതി കിട്ടില്ല, ഒരു മനുഷ്യർക്കും നീതി കിട്ടില്ല. അവിടെ ഈ പറയുന്ന കാടൻ നിയമം മാത്രം ആയിരിക്കും നടപ്പിലാകുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറയുന്ന നയൻദാസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓരോ ഹിന്ദുവും അവിടെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വയം പ്രതിരോധിച്ചില്ലെങ്കിൽ അവിടെ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഇനിയും സ്വയം പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാവട്ടെ. അതെ, തീർച്ചയായും ഉണ്ടാവണം, ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പുണ്ടാവില്ല.